ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഗോഡ് ഓഫ് വാറിൻ്റെ പാർട്ട് 3 ആയിട്ടാണ്. അപ്പോൾ കുറേ കാലമായി നമ്മൾ ഗോഡ് ഓഫ് വാർ കളിച്ചിട്ട്. കുറേ ദിവസമായി ഞാൻ കുറേ നാൾ കളിക്കാതിരിക്കുകയായിരുന്നു. പിന്നൊക്കെ കുറേ വയ്യായി ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇതിൽ കയറിയിട്ടുണ്ട്, ഗെയിമിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വെച്ചിട്ടാണ് നിർത്തിയത്. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങാനായി എന്ന് വിചാരിച്ചപ്പോഴാണ് ഈ ബോസ് ഫൈറ്റ് കണ്ട്, ഈ ചെറിയ ബോസ് ഫൈറ്റ്. ഇതിലൊരു ചെറിയ മെത്തേഡും കാണിച്ചെന്ന്. 2 സ്ക്വയർ നിൽക്കുക, എന്നിട്ട് ട്രയാങ്കിൾ വെക്കുക. അങ്ങനെയാണെങ്കിൽ അവനെ വീഴ്ത്തിയിടുക. അപ്പോൾ അവൻ്റെ ഷീൽഡ് പൊട്ടിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ കുറേ അടിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ മേലെ സർക്കിൾ വന്നത് ഞാൻ കണ്ടില്ല, സ്ക്രീനിൽ കണ്ടില്ല. പിന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ ഒക്കെ മനസ്സിലായി. അപ്പോഴാണ് ഞാനത് നെക്കിയിട്ട് തിരിച്ച് ആദ്യത്തെ ഇതിൽ തന്നെ അവൻ്റെ കഴുത്ത് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പിന്നെ അങ്ങനെ പുറത്തിറങ്ങാൻ വേണ്ടി ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഈ പെട്ടികളൊക്കെ തുറക്കുകയാണ്. പിന്നെ ഞാൻ ഫുള്ള് പവറിലാണ് ഞാൻ. എന്ത് ചെയ്യാൻ അതെ അങ്ങനെയല്ല കേട്ടോ ഗൈസ്, എങ്ങനെ പറയാനാണെങ്കിലും റെഡിയാണ് ഏത് അതന്നെ. അപ്പോൾ പിന്നെ ഇവിടുന്ന് ഇനി അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ബ്ലേഡ്സ് ഓഫ് കെയോസ് ആണെന്ന് വിചാരിച്ച് അവിടെ മറ്റേതാണ് ഞാൻ അപ്ഗ്രേഡ് ചെയ്തത്. ഏതാ ആദ്യത്തെ ബോസ് ഫൈറ്റിൽ കിട്ടിയൊരു പവർ ഉണ്ടായിരുന്നല്ലോ, ഒരു മാജിക്ക്. അത് ഫസ്റ്റത്തെ പാർട്ട് കണ്ടവർക്ക് മനസ്സിലാവും. പിന്നെ നമ്മളിങ്ങനെ നടന്നു പോണതിൻ്റെ അവിടെ ഈ സ്ഥലത്തെത്തിയപ്പോൾ വീണ്ടും 2 പെട്ടികൾ, റെഡ് ഓർബിൻ്റെ തന്നെ 2 പെട്ടികൾ വീണ്ടും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ കുറേ അപ്ഗ്രേഡൊക്കെ ചെയ്യാനുള്ളതായിക്കണു. നല്ല അപ്ഗ്രേഡൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഞാൻ എല്ലാം പരമാവധി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അറിയണത് മാത്രമേ ഞാൻ എടുക്കണുള്ളൂ. ഇവിടെ ഒരു സ്റ്റാച്ചു കണ്ടു. ഈ സ്റ്റാച്ചു എന്തോ ഒരു സംശയം, എന്തോ കട്ട്സീന് വരാനുള്ള രീതിയിലാണ് ആ സ്റ്റാച്ചു നിന്നത്. അപ്പോൾ പിന്നെ ഇത് തിളങ്ങണ കണ്ടപ്പോൾ തന്നെ ഒക്കെ മനസ്സിലായി അവിടെ പോയിട്ട് സർക്കിൾ നിൽക്കണമെന്ന്. എന്നിട്ട് അത് തള്ളിയിട്ടപ്പോൾ അത് നേരെ ചാടി. ഇനി ഇത് കേക്ക് ഗോസ്റ്റ് ഓഫ് സ്പാർട്ടനെ ഗ്രേറ്റ് ചെയ്താണ്. പിറ്റ്സ് ഓഫ് ടാർട്ടസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഹീലിയോസ് പെട്ട് കിടക്കുകയാണ് സ്കൈയിൽ. സൺ ഗോഡ് ഹീലിയോസ്. ഈ അറ്റ്ലാന്റിസ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. അയ്യോ സോറി. അപ്പോൾ ഗൈസ് ഇനി ഞാൻ പറഞ്ഞുതരാം. ഈ ഹീലിയോസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് ഗോഡിനെ, അതായത് സൺ ഗോഡിനെ, ഈ അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞ അറ്റ്ലസ് എന്ന് പറഞ്ഞ ഒരു ടൈറ്റൻ പിറ്റ്സ് ഓഫ് ടാർട്ടസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പിടിച്ചിട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറ്റ്ലസിനെ ഇപ്പോൾ കൊല്ലണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ ഹീലിയോസിൻ്റെ ഷീൽഡ് അവിടെ കിടക്കുന്നുണ്ട്. ആ ഷീൽഡ് പോയി എടുക്കാനാണ് പറയണത്. ഞാൻ വായിച്ച് നോക്കിയിട്ട് കേട്ടോ മനസ്സിലാക്കിയത്. ഇപ്പം മനസ്സിലാവണില്ല ഒന്നും. എനിക്ക് അറിയുന്ന രീതിയിൽ ഇങ്ങനെയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ മറ്റേ ഇരിക്കുന്ന സ്ഥലത്താണ് ആ ഷീൽഡ് ഉള്ളത്. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഒരു സർക്കിൾ സാധനം അവിടെ നിൽക്കുന്നത്. ഇന്ന് വീഡിയോക്ക് ഒരു ശല്യം ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ അവിടെ മറ്റേ ഞാൻ ആ ഡോറിൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കണതിൻ്റെ ഇടയിൽ എനിമീസ് വന്നു. ഞാനൊന്നും നോക്കില്ല. എല്ല് വെച്ച് നിൽക്കുമ്പോൾ ഇനി പ്രത്യേകം നമ്മുടെ ഷീൽഡ് വരും കണ്ട, ഇത് മാതിരി ഗൈസ്. അപ്പോൾ പിന്നെ ഫുള്ള് പവറായിരുന്നു. മറ്റേ എനിമീസാണ്, മറ്റേ സർക്കിളൊക്കെ നോക്കിയിട്ട് കൊല്ലേണ്ട എനിമീസാണ്. അപ്പോൾ അവനൊക്കെ നല്ല അടിയാണ്. ഞാൻ ഫുള്ള് പവറിലാണ് ഗൈസ്, ഫുള്ള് പവറിലാണ്. നല്ല എല്ലാതും നല്ലപോലെ വർക്കാവുന്നുണ്ട്. പക്ഷെ കുറച്ചടിയൊക്കെ ഞാൻ വാങ്ങിക്കോട്ടോ, അങ്ങനെയൊക്കെ ഉണ്ട്. ഈ പവറാണ് ഞാൻ നേരത്തെ അപ്ഗ്രേഡ് ആക്കിയിട്ടോ. ഈ പവറാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഗൈസ്. അപ്പോൾ എല്ലാ എനിമീസിനും ഞാൻ തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്തത് ഈ ഡോറിൻ്റെ അടുത്തേക്കാണ് പോകേണ്ടത് ഗൈസ്. ഡോറിൻ്റെ അടുത്തേക്ക്
നമുക്ക് ഈ ഡോറ് ഓപ്പൺ ചെയ്യണം. ഇതുമാതിരിയാണ് ഡോർ ഓപ്പൺ ചെയ്യാറ്. നല്ലൊരു ടെക്നിക്ക് തന്നെയാണ്. പിന്നെ നമ്മുടെ ഹെൽത്തിൻ്റെ ചെസ്റ്റും മാജിക്കിൻ്റെ ചെസ്റ്റും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ മാജിക്ക് കുറച്ച് യൂസ് ചെയ്തായിരുന്നു. ഹെൽത്ത് പിന്നെ അധികം പോയിട്ടുണ്ട്, കുറച്ചൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ട് ഈ സ്റ്റെപ്പ് കയറുകയാണ്. ഈ സ്റ്റെപ്പ് നല്ല വലുതാട്ടോ, എന്തിനാണെന്നറിയില്ല, വെറുതെ ഇട്ടിക്കാണ് ഒരു സ്റ്റെപ്പ് കുറേ വലുത്. അങ്ങനെ കുറേ പ്രാന്ത് പിടിച്ച് കയറുന്നുണ്ട് ഞാൻ. വീഡിയോയിൽ പറയുന്നുണ്ട്, പക്ഷേ ഈ വീഡിയോയിൽ റെക്കോർഡാവില്ല, എൻ്റെ ഓഡിയോ റെക്കോർഡാവില്ല, അതുകൊണ്ട് കേട്ടിട്ടുണ്ടാവില്ല. ഇനി കേൾക്കട്ടാ ഗൈസ്. എനിക്ക് വയ്യായി ഉണ്ട്, അപ്പോൾ ചുമയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിൽ പറയണത് പുറത്ത് വന്നപ്പോൾ ക്രൈറ്റോസ് മുമ്പ് വന്നതിനെക്കാട്ടിയും ഒന്നും കൂടി മോർഫിയസിൻ്റെ പവർ കൂടിയിരിക്കണു. മോർഫിയസിൻ്റെ ആൾക്കാർ നല്ല പവർഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിക്കാനും ഇച്ചിരി ഡിഫിക്കൽട്ടി ഇച്ചിരി നല്ല കൂടിയിട്ടുണ്ടാകും. അപ്പോൾ ഇവനൊക്കെ 2 പ്രാവശ്യം ഒരു ബോസ് ഫൈറ്റൊക്കെ കിട്ടണം. കുറേ ബോസ് ഫൈറ്റ് വരുന്നുണ്ട് ഇതിൽ. പക്ഷേ ബോസ് ഫൈറ്റ് ഒന്നും അധികം എനിക്ക് ടഫൊന്നും ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല ഗൈസ്. കുറേ കളിച്ചതുകൊണ്ട് അധികം ടഫായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ അടിക്കുന്നതിൻ്റെ ഇടയിൽ ഇവന്മാർ കുറേ അടി ഇങ്ങോട്ട് തരുന്നുണ്ട്, ഓൽക്കൊന്നും ഫീൽ ചെയ്യാത്ത രീതിയിൽ. കണ്ട 2 പ്രാവശ്യമൊക്കെ ഒരു ബോസ് വരുന്നത്, അതും ഒരേ ടൈപ്പ് ബോസ്. അപ്പം ഞാൻ ഈ പവർ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിപ്പോൾ ഈ പവറിൻ്റെ മാക്സിമം ലെവലല്ല കേട്ടോ ഗൈസ്. അപ്പോൾ സർക്കിൾ ഐറ്റം വന്ന് അത് നെക്കിയിട്ട് കൊല്ലണം എന്നുണ്ട്, പക്ഷെ അത് പറ്റുന്നില്ല ഗൈസ്, എന്താ അറിയില്ല. അപ്പോൾ അതിൽ അടുത്ത എനിമീനെയും കൊന്നിട്ട് ഇനി അങ്ങോട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുക. അതാണ് ട്വിസ്റ്റ്. കണ്ട ഈ ഷീൽഡ് അവിടെ വെക്കുമ്പോൾ ആ സാധനം താഴുന്നത് കണ്ട. ഈ മെക്കാനിസമാണ് എനിക്ക് നല്ല ഇഷ്ടമായത്. ഈ ഗെയിം പസിൽസൊക്കെ കൂടിയ ഒരു രീതിയാണ് ഇങ്ങനെയൊക്കെ. ഇതൊന്നും പസിലല്ല കേട്ടോ, അങ്ങനെയല്ല ഞാൻ പറയണത്. അപ്പം അങ്ങനെ വന്ന് കമൻറ്റ് ബോക്സ് കണ്ട. പിന്നെ ഇങ്ങനെ താഴേക്ക് പോകണതിൻ്റെ അവിടെ വീണ്ടും ഈ ഡോർ തന്നെ. ഈ ഡോറുകൾ കാരണമൊക്കെ ഭ്രാന്ത് വരുന്നുണ്ട്. ഈ ഡോർ തന്നെ അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പസിൽ കണ്ട്. വീണ്ടും പസിൽസ് തന്നെയാണ്. പിന്നെ അത് മുമ്പ് ഞാൻ കളിച്ചതുകൊണ്ട് എനിക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം. അപ്പോൾ ഞാൻ അറിയാത്ത രീതിയിലാണ് അഭിനയിക്കാം. ഇതിപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഗൈസ്. ഇങ്ങനെ ആ ചാവി അതിൻ്റെ ഉള്ളിൽ ഇടണം എന്നാണ് തോന്നുന്നത്. ഞാൻ ചാവി അതിൻ്റെ ഉള്ളിലിടും. അതെ, ചാവിയല്ല, ആ പ്രതിമേനെ തള്ളിയിട്ട് അതിൻ്റെ ഉള്ളിലിടും. എന്നിട്ട് ഈ 2 പ്രതിമേനും തള്ളി അതിൻ്റെ ഉള്ളിലിടണം. എന്നിട്ട് മറ്റേ സാധനം വലിക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ കയറാൻ പറ്റും. മേലെ കയറിയിട്ട് വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ ഇപ്പോൾ പറയണില്ല. അങ്ങനെ ഞാനത് തള്ളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടോ തിളങ്ങിയത്? അത് ഈ സാധനം ഇങ്ങനെ വലിക്കാനാണ്, ബാക്കൊക്കെ വലിക്കാനാണ്. അപ്പം ഞാനിങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഒക്കെ പണ്ട് മുതലേ വലിക്കണതിൽ ഇച്ചിരി പവറൊക്കെ കൂടുതലാണ്. പിന്നെ ക്രൈറ്റോസ് അല്ലേ, പവറൊക്കെ ഇച്ചിരി നല്ല കൂടിയിട്ടുണ്ടാവും. ഇച്ചിരി ഒന്നല്ല, നല്ല കൂടിയിട്ടുണ്ടാവും. പിന്നെ ഞാൻ പെട്ടെന്ന് കയറണം, അല്ലെങ്കിൽ ഇത് അടഞ്ഞു പോവും, പിന്നെ നമുക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓടുകയാണ്. അപ്പോൾ ഇതിന് വേറൊരു പസിൽ ചെയ്താലേ പറ്റുള്ളൂ. ഞാൻ ഈ ഡോറ് കയറാൻ നോക്കി. ഇതിൻ്റെ ഉള്ളിൽ മറ്റേ ചെസ്റ്റാണ്, റെഡ് ഓർബ്സിൻ്റെ ചെസ്റ്റ്. അങ്ങനെ ഞാൻ ആ ചെസ്റ്റ് 2 കൊടുത്ത് നല്ല അപ്ഗ്രേഡ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ചെസ്റ്റ് എടുത്തിട്ട് എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് അത് വലിക്കുകയാണ്. ഇനി ഒരു സീക്രട്ട് പ്ലേസ് ഉണ്ട് ഇതിൽ, അത് കണ്ടുപിടിക്കും നിങ്ങൾ. ഇതാണ് നമ്മുടെ സീക്രട്ട് പ്ലേസ്. ഇത് കൂടെ ചെന്നിട്ട് വേണം വേറൊരു പസിലും കൂടി ചെയ്യാൻ. അപ്പോൾ ഇത് മറ്റേ സർക്കിളിൻ്റെ അവിടെ, നിങ്ങൾ സർക്കിൾ കണ്ടോ, ആ ലൈറ്റ് സർക്കിളിൻ്റെ അവിടെ കൊണ്ടുപോയി തട്ടിക്കണം. അതാണ് നമ്മുടെ ചലഞ്ച്, അടുത്ത ചലഞ്ച്. ഇനി ഇതും അടുത്തതും കൊണ്ടുപോയി തട്ടിക്കണം. അങ്ങനെ തട്ടിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ലൈറ്റ് വന്ന് കാണാം. അവിടെ പോയിട്ട് ഷീൽഡ് നോക്കണം. അപ്പോൾ നമുക്കിങ്ങനെ ടാപ്പ് ചെയ്യാൻ കാണും, സർക്കിൾ ടാപ്പ് ചെയ്താലാണ് ഒരു കാര്യം സംഭവിക്കുക. അതിനെ ഇപ്പം നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക.
ഇതാ ഇതുപോലെ അത് വലിയും. പിന്നെ ആ കുതിരയുടെ അടിയിൽ നമ്മുടെ ഷീൽഡ് വെക്കാനുള്ള സാധനം കൂടിയും വരും. ഇതിലാണ് നമുക്ക് ഒരു കാര്യമുള്ളത്. അത് നമ്മൾ സ്പോയിലറാണ് ഞാൻ പറയുകയാണെങ്കിൽ. നമ്മുടെ കഥയാണ്, ഞാൻ എല്ലാം അറിഞ്ഞിട്ടാണ് കളിക്കണത്, അതുകൊണ്ടാണ് ഗൈസ് ഞാൻ പറയുന്നില്ല. നിങ്ങൾ സസ്പെൻസ് ആയിരിക്കട്ടെ. അത് കളിച്ചവർക്ക് അറിയുണ്ടാവും എങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം. അപ്പം ഇനി ഇത് കേക്ക്. ഒന്നുമില്ല, കേൾക്കാനൊന്നുമില്ല ഗൈസ്, ആനിമേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനിയാണ് നമ്മുടെ വീണ്ടും എൻ്റെ തല പെരുക്കുന്ന രീതിയിലാണ് ഇത് ഉണ്ടാകുന്നത്. ഇത് കണ്ടാവും വീണ്ടും സ്റ്റെപ്സിൻ്റെ രീതിയിൽ നമ്മളിങ്ങനെ താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇനി വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.